നമുക്കിന്നൊരു ട്രൗസർ തയ്ച്ചാലോ? ഷോർട്ട്സ് അല്ലെങ്കിൽ 3/4 അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനായിട്ട് ഞാനിതുണ്ട് ഒരു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നിക്കർ ഞാൻ അളവിനെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്, കാരണം ഇതിങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടതുകൊണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ഞാനൊരു 4 മടക്കിലാണ് ഇട്ടേക്കുന്നത്, അതായത് 4 നിക്കർ തയ്ക്കാൻ പറ്റുന്ന പോലെ. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത്, അതായത് എന്നോട് പറയാം, ഇത് ഇവിടുന്ന് ഇത്രയുള്ള അളവ് ഇങ്ങനെ 21ആണ്. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ താഴെ 1 ഇഞ്ച് കൂടെ കൂട്ടി ഇതിങ്ങനെ മടക്കി അടിക്കാൻ, പിന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത്, അങ്ങനെ ഞാൻ നേരെ ലൈൻ വരച്ചു. അതിനുശേഷം ഇതുണ്ട് 35 ഇഞ്ച് വേസ്റ്റ് അളവ് വരുന്ന കുട്ടിക്കാണ്. അപ്പോൾ ഞാനിവിടെ 10.5 ഇവിടെ ചെസ്റ്റ് അളവ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിങ്ങനെ നേരെ വലിച്ചു വെച്ചൊക്കെ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴോട്ട് ഞാനൊരു 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത്, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അഥവാ അളവിനുള്ള ട്രൗസർ ഇല്ലെങ്കിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് കാണിക്കുന്നത്. 10 ഇഞ്ച് താഴോട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ട് നമുക്കിനി ഇവിടെ ഇങ്ങനെ നേരെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊരു കർവ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ താഴെ ഭാഗത്ത് ഇതുണ്ടോ 11 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യുന്നത് ഇവിടം വരെ മതി, അതായത് 14 ഇഞ്ച് മുകളിലോട്ട് ഇവിടം വരെ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കണമെന്നില്ല, ഇവിടം വരെ ചെറുതായിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വീതി കുറച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒന്നുകൂടെ കാണിക്കാം. ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ചാണ്, ഇവിടെ ഒരു 3/4 ഇഞ്ചാണ്, ഇവിടെ 1/2 ഇഞ്ചാണ്. ഇവിടെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് ഒരു തെറ്റ് പറ്റിയായിരുന്നു, സോറി. പിന്നെ ഇതുണ്ട്, ഞാൻ ഇവിടെ നിന്നാണ് ക്രോച്ചേരിയയുടെ അളവെടുത്തത്, കണ്ടോ ഇങ്ങനെ. അത് തെറ്റാണ്. നമുക്ക് ഈ 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ അത് വിട്ടിട്ട് ഇവിടെ നിന്ന് വേണമായിരുന്നു ഇങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട്. അതായത് ഇവിടുത്തെ 1.5 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കൂട്ടിയെടുക്കണം. അങ്ങനെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം സെപ്പറേറ്റ് ആക്കാം. ഇതുണ്ട്, ഇത് 4 പീസുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്നിങ്ങനെ പതിച്ചും കൂടെ അടിക്കണം. അങ്ങനെ 2 പാർട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഈ പോർഷൻ പ്രസ് സ്റ്റിച്ച് ചെയ്ത പോലെ ഇവിടെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ക്രോച്ച് ഏരിയയിൽ ഇങ്ങനെ ഇത് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്യാം. ക്രോച്ച് ഏരിയ 2 ഞാനിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ
ഇവിടെയും ഒന്നിച്ച് സ്റ്റിച്ച് എടുത്തുകൊണ്ട് വരാം. ഈ 2 ക്രോച്ച് ഏരിയയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ക്രോസ് സ്റ്റിച്ച് ചെയ്തില്ല. അതിന് മുമ്പായിട്ട് ഉണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ക്രോസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം ഇലാസ്റ്റിക് വെക്കാനുള്ളത് നോക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഈ ക്രോച്ച് ഏരിയയിലും ഈ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് പ്രസ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഞാൻ ഒരു മടക്ക് മടക്കിയിട്ടുണ്ട്, ഒരു മടക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒന്ന് മടക്കി പിന്നെ ഒന്നുകൂടെ ഇങ്ങനെ മടക്കിയിട്ടില്ല. എന്നിട്ട് നമുക്കിനി എന്തായാലും നമുക്ക് ഇലാസ്റ്റിക് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നതിന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഇതിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. 35 ഹിപ്പ് സൈസുള്ള ആളിനെ ഞാൻ എടുത്തേക്കുന്നത് 26 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നീളം എടുത്തേക്കുന്നത്. ഇതുണ്ടോ, 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് ഇതുണ്ട്. ഞാനിത് നല്ലതായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ നടുക്ക് ഭാഗം ഞാനൊരു മാർക്ക് കൊടുത്തു. അതുപോലെ ഇവിടെയും മാർക്ക് കൊടുത്തു, ഇവിടെയും മാർക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് അറിയാമല്ലോ, ഇവിടെ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഇതാണ് സെൻറ്റർ പാർട്ടെന്നറിയാം. അതുപോലെ ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്ത്, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത്, എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി ഒന്ന് മടക്കി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വലിച്ച് പിടിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് എല്ലാ ഭാഗവും കിട്ടിക്കോളും. ഗൈസ്, അങ്ങനെ നമ്മുടെ നിക്കർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. തയ്ക്കൽ വലിയ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് പോക്കറ്റ് ഇല്ലാത്തതാണ്. ഇനി പോക്കറ്റ് ഉള്ളത് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇട്ട് നോക്കി, ഇലാസ്റ്റിക്കൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇട്ട് നോക്കിയപ്പോഴും നല്ലതായിട്ട് തന്നെ ആണ് കണ്ടത്.